ഗുഡ് ഈവനിംഗ്. നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് സ്വാഗതം. ഇലോൺ മസ്കിൻ്റെ ഒരു സമൂഹ മാധ്യമ പോസ്റ്റ് കഴിഞ്ഞ ദിവസം വളരെ ചർച്ചകൾക്ക് വിധേയമായിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്തും അതിനു മുൻപുമൊക്കെ ഏറെ ചർച്ചയായ വിഷയമായിരുന്നു വോട്ടിംഗ് മെഷീൻ്റെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ സുതാര്യതയെക്കുറിച്ച്. അപ്പോൾ കോടതി വരെ എത്തിയ വിഷയമാണ്. പലതരത്തിലുള്ള ചർച്ചകൾ ഈ വിഷയത്തിൽ നടന്നു. ഇപ്പോൾ ഇലോൺ മസ്ക് പറയുന്നത് ഇത് എത്രമാത്രം സുതാര്യമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മനുഷ്യർക്കോ ഹാക്ക് ചെയ്യാൻ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ കഴിയുമെന്നുള്ള ഒരു പ്രസ്താവനയാണ് ഇലോൺ മസ്ക് നടത്തുന്നത്. അതുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള ചർച്ചകൾ സമൂഹ മാധ്യമങ്ങളിൽ വളരെ സജീവമായി നടക്കുകയാണ്. റാവു, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയം കൂടിയായിരുന്നു. ഒരു ജനാധിപത്യ രാജ്യത്ത്, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പ് എത്രമാത്രം സുതാര്യമാണ്, അതിൽ അട്ടിമറി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് പ്രതിപക്ഷമടക്കം പലതരത്തിൽ പല സമയങ്ങളിൽ ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇലോൺ മസ്കിനെ പോലെ ഒരാൾ അങ്ങനെ പറയുമ്പോൾ ലോകം മുഴുവൻ അത് കേൾക്കുന്നുണ്ട്. എത്രമാത്രം പ്രാധാന്യമുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക്? രേഷ്മ, ഇലോൺ മസ്ക് ലോകത്തെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു വ്യവസായി, ഒരു ടെക്നോളജി വ്യവസായിയാണ്. അപ്പോൾ അയാൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഹാക്ക് ചെയ്യാൻ, പുറത്തുനിന്ന് ഒരാൾ കോപ്പറേറ്റ് ചെയ്യാൻ കഴിയുമെന്ന് പറയുമ്പോൾ അത് വലിയ ഒരു ഡിസ്കഷന് തുടക്കം ഇടുന്ന ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. അമേരിക്കയുടെ അധീനതയിലുള്ള പ്യൂട്ടോർക്ക് അവിടുത്തെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട തർക്കം ആണ് ഈ കമൻറ്റ് ചെയ്യാൻ അയാളെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം. അപ്പോൾ അയാൾ അതിൽ പറയുന്ന ഒരു സംഗതി, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എന്ന് വെച്ചാൽ ഇലക്ട്രോണിക് ഡിവൈസാണ്, അത് പുറത്തുനിന്ന് ഒരാൾ കോപ്പറേറ്റ് ചെയ്യാൻ കഴിയും. ഇൻ്റർനെറ്റ് സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ടോ AI സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ടൊക്കെ അതിനകത്ത് ഇൻ്റർനെറ്റ് സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തുന്ന ഒരു ഡിവൈസ് നിലയ്ക്ക് AI ഉപയോഗിച്ചുകൊണ്ട് ഇത് ഓപ്പൺ ചെയ്യാനും മാനിപ്പുലേറ്റ് ചെയ്യാനും കഴിയും എന്നാണ് ഇലോൺ മസ്കിൻ്റെ വാദം. അതിന് മറുപടിയായി മുൻ മന്ത്രിയും BJPയുടെ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയുമായിരുന്ന രാജീവ് ചന്ദ്രശേഖരൻ പറയുന്ന കാര്യം, നിങ്ങൾ ഉണ്ടാക്കുന്ന ഡിവൈസുകൾക്ക് പ്രശ്നമുണ്ടാവും, ഞങ്ങളുടേത് എന്ന് വെച്ചാൽ ഞങ്ങൾ വളരെ പിഴവുകൾ അടച്ചുണ്ടാക്കുന്ന ഒന്നാണ്. ഒരു തവണ പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കൽ റീപ്രോഗ്രാമിംഗ് ചെയ്യാനോ തുറക്കാനോ മറ്റാർക്കെങ്കിലും ഇടപെടാനോ കഴിയാത്തതാണ് ഞങ്ങൾ ഉണ്ടാക്കുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എന്നാണ്. അതുമാത്രവുമല്ല, ഞങ്ങളുടെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഇലക്ഷൻ സമയത്ത് എപ്പോഴെങ്കിലും ഇൻ്റർനെറ്റുമായി ബന്ധിപ്പിക്കപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് ഇടപെടാൻ കഴിയില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ അതിനുള്ള മറുവാദം. പക്ഷേ ഇതിനകത്തൊരു ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, ഈ രാജീവ് ചന്ദ്രശേഖർ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ബോധ്യപ്പെടും വിധത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരിച്ച് കഴിഞ്ഞിട്ടുണ്ടോ? ഈ ചോദ്യത്തിനാണ് ഇല്ല എന്നുത്തരം നമുക്ക് കിട്ടുക. അതായത് രാജീവിനെ പിന്തുണയ്ക്കുന്ന ആളുകളും പറയുന്നത് ഇന്ത്യയിലെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഒരു നിലയ്ക്കും ഇൻ്റർനെറ്റുമായി ബന്ധിപ്പിക്കപ്പെടുന്നില്ല എന്നാണ്. പക്ഷേ വിമർശകർ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം, അതായത് ഓരോ മണ്ഡലത്തിലെയും സ്ഥാനാർത്ഥികൾ, ചിഹ്നം തുടങ്ങിയ വിവരങ്ങൾ ഇൻ്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്താണ് മെഷീനിലേക്ക് കൊണ്ടുവരുന്നത്. ആ സമയത്ത് ഇൻ്റർനെറ്റുമായി ഈ മെഷീൻ ബന്ധിപ്പിക്കുന്നുണ്ട്. അപ്പം ഒരു ഘട്ടത്തിലും ഇൻ്റർനെറ്റുമായി ബന്ധിപ്പിക്കപ്പെടാത്ത ഒരു ഡിവൈസാണിത് എന്ന വാദം നിലനിൽക്കുന്നതല്ല. രണ്ടാമത്തേത്, ഒരു തവണ പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിൽ ഇടപെടാൻ കഴിയില്ല എന്നാണ് രാജീവ് പറയുന്ന കാര്യം. അപ്പോഴാണ് രാഹുൽ ഗാന്ധി പറയുന്നത്, ഈ സംഗതി എന്താണ് എന്നറിയാവുന്നത് ഇത് ഉണ്ടാക്കുന്ന കമ്പനിക്കും ഈ ഇലക്ഷൻ കമ്മീഷനും മാത്രമാണ്. ഇതിൻ്റെ പ്രോഗ്രാമിംഗ് എങ്ങനെയാണ്, ഇതിൽ മാൽ പ്രാക്ടീസിന് സാധ്യതയുണ്ടോ, ഇത് റീപ്രോഗ്രാം ചെയ്യാൻ കഴിയുമോ, പുറത്തുനിന്ന് ഇടപെടാൻ കഴിയുമോ എന്ന കാര്യത്തിൽ ഒരു പരിശോധനയും നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ അനുവദിക്കുന്നില്ല. ദീർഘകാലമായി ഉന്നയിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്ന് ഇത് എല്ലാവർക്കും ബോധ്യപ്പെടുന്ന തരത്തിൽ വിശദീകരിക്കണമെന്നാണ്. ഈ നേരത്തെ രേഷ്മ പറഞ്ഞതുപോലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ ആവശ്യമായിട്ട് പ്രതിപക്ഷം ഇത് ഉന്നയിച്ചു. രാജ്യത്തെമ്പാടും പലതരത്തിലുള്ള അപേക്ഷകൾ, കോടതിയിൽ പോയിട്ടുള്ള ഹർജികളൊക്കെ വന്നു. അപ്പോൾ അവരൊരു Q&A പ്രസിദ്ധീകരിക്കുകയാണ്, ക്വസ്റ്റ്യൻ ആൻസർ. അതിലവർ കുറേ ചോദ്യങ്ങൾ രേഖപ്പെടുത്തുന്നു, അതിൻ്റെ ഉത്തരങ്ങൾ പ്രസിദ്ധീകരിക്കുന്നു എന്ന് മാത്രം. പക്ഷേ അതിനകത്തും പ്രധാനപ്പെട്ട, നമ്മൾ നേരത്തെ ഇവിടെ സംസാരിച്ചിട്ടുണ്ട്, പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസിന് ഉത്തരവില്ല. എന്ന് വെച്ചാൽ ഒരു തവണ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഈ മെഷീൻ വെച്ചു, കഥ കടച്ചു കുറ്റിയിട്ടു. അത് കഴിഞ്ഞ് ഈ എണ്ണാൻ വേണ്ടി മെഷീൻ എടുക്കുമ്പോൾ ഈ മെഷീൻ അവിടെ നിന്ന് മാറ്റപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ, എവിടെയെങ്കിലും കൊണ്ടുപോയി എന്തെങ്കിലും ചെയ്ത് തിരിച്ചു കൊണ്ട് വെച്ചാണോ, ഇതിൻ്റെ ലൊക്കേഷൻ ആക്യുറേറ്റ് ആണ് എന്ന് നമുക്കറിയാൻ, ആക്യുറസി ബോധ്യപ്പെടാൻ കഴിയുന്ന എന്തെങ്കിലും ഏർപ്പാടിനകത്തുണ്ടോ? ഉത്തരവില്ല. ഇൻ്റർനെറ്റുമായി ബന്ധിപ്പിക്കപ്പെടുമ്പോൾ ഇതിനകത്ത് മാൽ പ്രാക്ടീസ് നടക്കാനുള്ള സാധ്യതയുണ്ടോ? ആ ചോദ്യത്തിന് കമ്മീഷൻ ഉത്തരം പറയുന്നില്ല. ഇങ്ങനെ കുറേ അധികം ക്വസ്റ്റ്യൻസ്, ഇതിനകത്ത് ആൻസർ ചെയ്യപ്പെടാത്ത ക്വസ്റ്റ്യൻസ് അവിടെ കിടക്കുന്നുണ്ട്. മറ്റൊന്ന്, ഇതെങ്ങനെയാണ് പ്രോഗ്രാം ചെയ്യുന്നത് എന്ന കാര്യത്തിൽ, എങ്ങനെയാണ് ഇതിനകത്ത് പ്രവർത്തനം നടക്കുന്ന കാര്യത്തിൽ പൂർണ്ണതയിലുള്ള വിശദീകരണം ഉണ്ടായിട്ടില്ല എന്ന്. മറ്റൊന്ന്, ഇതുണ്ടാക്കുന്ന കമ്പനിയിൽ 4 BJPക്കാർ ഡയറക്ടർമാരായി പ്രവർത്തിക്കുന്നു എന്നുള്ള വിവാദം ഉയർന്നു വരുന്നു. ആ വിവാദത്തിനും ശരിയാവണ്ണം ഡൈജസ്റ്റിംഗ് ആയിട്ടുള്ള ഉത്തരം പറഞ്ഞിട്ടില്ല, അതവിടെ നിൽക്കുന്നു. രണ്ടാമത്തേത്, ഇന്ത്യയിലെ
EVMകളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വിമർശനം EVM അതിൻ്റെ ഓപ്പറേഷൻ നടക്കും, അതിൻ്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പുറത്തുനിന്ന് ആരെങ്കിലും ഓപ്പറേറ്റ് ചെയ്യുന്നുള്ളതല്ല. മറിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണങ്ങളൊന്ന്, ഒരു സ്ട്രോങ് റൂമിൽ ഇത് വെച്ച് പൂട്ടിക്കഴിഞ്ഞാൽ ഇത് കുറേ ആളുകൾ വന്ന് എടുത്തു മാറ്റി റീപ്ലേസ് ചെയ്യുന്നു. അതായത് വേറെ പ്രോഗ്രാം ചെയ്ത, വേറെ ഫീഡ് ചെയ്യപ്പെട്ട മെഷീനുകൾ പകരമായി കൊണ്ടുവയ്ക്കുന്നു എന്നതാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ ഛത്തീസ്ഗഡിൽ നിന്ന് വന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം ഭൂപേഷ് സിംഗ് ബാഗൽ ഉന്നയിച്ചത് ഇവിടെ നിന്ന് വോട്ടിംഗ് കഴിഞ്ഞ് കൊണ്ടുപോയ മെഷീനല്ല, തിരിച്ചു വന്നിരിക്കുന്ന റോൾ നമ്പറിൽ വ്യത്യാസമുണ്ട് എന്നാണ്. ഉന്നയിക്കേറ്റൊരു പ്രധാനപ്പെട്ട ആരോപണമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി, വോട്ടെണ്ണലിന് തൊട്ട് മുമ്പ് 2 മണിക്കൂർ സമയം കേന്ദ്രത്തിലെ CCTV ക്യാമറകൾ ഓഫായി. 1-ലധികം സ്ഥലങ്ങളിൽ നിന്ന് ഈ ആരോപണം ഉയർന്നു വന്നിട്ടുണ്ട്. ഉത്തർപ്രദേശിൽ അവിടുത്തെ സമാജ്വാദി പാർട്ടിയുടെ ലോക്കൽ പ്രവർത്തകരും നേതാക്കളും ചേർന്ന് ഒരു വണ്ടി നിറയെ കൊണ്ടുവന്ന EVM മെഷീനുകൾ തടഞ്ഞു വെച്ച് ഇതെവിടെ കൊണ്ടുപോകണം ചോദിക്കുകയും ജില്ലാ ഭരണകൂടം എന്തൊക്കെ ഉത്തരം പറഞ്ഞത് തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്തതാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനങ്ങളിലൊന്ന് ഇത് മൊത്തം മാറ്റിവെക്കുന്നുണ്ടോ എന്ന സംശയമാണ്. അതിന് വിശദീകരണമില്ല. ഇന്ത്യയിൽ തന്നെ ആയിരക്കണക്കിന് EVMകൾ രജിസ്റ്ററിലുള്ളത് കാണാതായിട്ടുണ്ട് എന്ന പ്രശ്നം ഇന്ത്യയിലുണ്ട്, വിശദീകരിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾക്കും ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങൾക്കും മറുപടി വന്നിട്ടില്ല എന്ന് മാത്രമല്ല, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഓപ്പറേറ്റ് ചെയ്യാൻ ഇപ്പോൾ എന്താണ് മുംബൈയിലെ വിവാദം? മുംബൈയിലെ വിവാദം അവിടുത്തെ NDAയുടെ സ്ഥാനാർത്ഥിയുടെ ബന്ധു ഇത് പുറത്തുനിന്ന് OTP എടുത്ത് ഓപ്പൺ ചെയ്തു എന്നുള്ളതാണ്. കമ്മീഷൻ നിഷേധിക്കുകയാണ്. പക്ഷേ എല്ലാവർക്കും കൺവിൻസിംഗ് ആയ, ഡൈജസ്റ്റിംഗ് ആയ രീതിയിൽ ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട സംഗതികൾ ഉന്നയിക്കാൻ കഴിഞ്ഞിട്ട് ഇപ്പോഴും സീരിയസ്ലി പ്രതിപക്ഷത്തു നിന്നുള്ള ആളുകൾ ഇതിനെക്കുറിച്ച് സംശയിക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാവരും പറയുന്നത് NDA സഖ്യം ഒന്ന് വീക്കായി, പ്രതിപക്ഷത്തിന് 10-230 സീറ്റ് കിട്ടി, അപ്പോൾ ആർക്കും EVMനെ കുറിച്ച് സംശയമില്ല എന്നാണ്. അങ്ങനെയൊന്നുമല്ല. രാഹുൽ ഗാന്ധി പോലും ഇപ്പോഴും സംശയം ഉന്നയിക്കുന്നുണ്ട്. ഉത്തർപ്രദേശിൽ കടുത്ത ഭരണവിരുദ്ധ വികാരം ഉണ്ടാവുക, ഉത്തർപ്രദേശ് പോലെ ഒരു ഹാർഡ് കോർ ഹിന്ദുത്വ ലാൻഡിൽ മോദി അടക്കം 3 ലക്ഷം വോട്ട് കുറഞ്ഞ് മൊത്തത്തിൽ BJP സെറ്റ് ബാക്ക് ഉണ്ടായപ്പം മറ്റ് സ്ഥലങ്ങളിൽ എന്തുകൊണ്ട് ആ ഭരണവിരുദ്ധ വികാരം, മോദി വിരുദ്ധത പ്രകടമായില്ല? അപ്പോൾ ചില സ്ഥലത്തൊക്കെ എന്തൊക്കെയോ നടന്നിട്ടുണ്ടോ എന്ന് സംശയം ആളുകൾ ഉന്നയിക്കുന്നുണ്ട്. ഏറ്റവും മർമ്മപ്രധാന സംഗതി, ഇന്ത്യ പോലെ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്ത് ഒരു ഇലക്ഷൻ പ്രോസസ്സ് നടക്കുമ്പോഴും പൂർത്തിയാകുമ്പോഴും ആ പ്രോസസ്സിനകത്ത് ഒരു വിഭാഗം എന്ന് വെച്ചാൽ ജനങ്ങളെക്കുറിച്ചല്ല, അതിൽ കണ്ടസ്റ്റ് ചെയ്യുന്ന ഒരു വിഭാഗത്തിന്, പ്രതിപക്ഷത്തിന് വിശ്വാസക്കുറവുണ്ട് എന്നുള്ളത് സീരിയസ് ആയ സംഗതിയാണ്. അത് അഡ്രസ്സ് ചെയ്യപ്പെട്ടിട്ടില്ല. സുപ്രീം കോടതി പോയപ്പോൾ പോലും സുപ്രീം കോടതി പറഞ്ഞതാണ്, ഒരു സിസ്റ്റത്തിന് മേൽ നിങ്ങൾ പരിധി കവിഞ്ഞ അന്ധമായ അവിശ്വാസം കൊണ്ട് നടക്കുന്നത് ശരിയല്ല, ഇത് നടക്കട്ടെ എന്നാണ്. അല്ലാതെ എല്ലാം വെച്ച് പരിശോധിച്ച് ബോധ്യപ്പെട്ട് സുപ്രീം കോടതി തീർപ്പ് പറഞ്ഞതല്ല. അതുകൊണ്ട് ആ അവിശ്വാസ പ്രശ്നം അവിടെ കിടക്കുന്നുണ്ട്, ഒരു കരട് പോലെ. അതിനെ ഈ രാജ്യത്തിൻ്റെ ശക്തിയെ തകർക്കാൻ, അഖണ്ഡതയെ തകർക്കാൻ, തെരഞ്ഞെടുപ്പിൻ്റെ പ്രോസസ്സിനെ തകർക്കാനുള്ള ശ്രമമാണെന്നുള്ള വിമർശനം കൊണ്ട് മൂടി വയ്ക്കാൻ പറ്റുന്നതല്ല. യെസ്, കെന്നഡി ജൂനിയറിൻ്റെ ചുവട് പിടിച്ചായിരുന്നു ഇലോൺ മസ്കിൻ്റെ പോസ്റ്റ്. അപ്പോൾ ഇലോൺ മസ്ക് എന്ന് പറയുന്ന ഒരു സാധാരണ ആളല്ല. അദ്ദേഹത്തിൻ്റെ ടെക്നോളജിയെക്കുറിച്ച്, സാങ്കേതിക വിദ്യകളെക്കുറിച്ചൊക്കെ വളരെ പരിജ്ഞാനമുള്ള വ്യക്തി കൂടിയാണ്. അപ്പോൾ ലോകം മുഴുവൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഈ വാക്കുകളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പോൾ അഖിലേഷ് യാദവ് തന്നെ ഇന്ന് പ്രതികരിച്ചു, ബാലറ്റിലേക്ക് തിരിച്ചു പോകണം. പ്രതിപക്ഷ നേതാക്കൾ ഒന്നടങ്കം ഈ കാര്യം ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബാലറ്റിലേക്ക് തിരിച്ചു പോകണോ? ബാലറ്റിലേക്ക് തിരിച്ചു പോകണോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. പക്ഷേ ആ ചോദ്യത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഈ പറഞ്ഞ പോലെ സീസറിൻ്റെ ഭാര്യ സംശയത്തിന് അതീതയാകണം എന്നുള്ള ഒരൊറ്റ കാര്യമുണ്ടല്ലോ, അത് ഇവിടെ പ്രാവർത്തികമാക്കണം എന്നുള്ളതാണ്. ഇപ്പം ഈ പറയുന്ന ആരോപണങ്ങൾ ഒരുപാടുണ്ട്. പക്ഷേ ഈ ആരോപണങ്ങൾ ഒന്നും തന്നെ തെളിയിക്കപ്പെട്ട ആരോപണങ്ങളല്ല. ഒന്നും തെളിയിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. പക്ഷേ ആരോപണങ്ങൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നു. അത്തരമൊരു ഘട്ടത്തിൽ എന്താണ് ചെയ്യേണ്ടത്? രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോസസ്സ്, ആ പ്രോസസ്സ് കുറ്റമറ്റ രീതിയിലാണ് നടക്കുന്നത് എന്ന് ഈ പരാതി ഉന്നയിക്കുന്നവരെയും ജനങ്ങളെയും ബോധ്യപ്പെടുത്താൻ ഈ കമ്മീഷൻ ബാധ്യസ്ഥരാണ്. ആ ബാധ്യത അവർ നിറവേറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഈ ഇലോൺ മസ്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഇലോൺ മസ്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇപ്പോൾ സ്പേസിൽ വിനോദസഞ്ചാരം നടത്താൻ വേണ്ടി ശ്രമിക്കുന്ന, അല്ലെങ്കിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പം അദ്ദേഹത്തിന് ഇവിടുന്ന് സ്പേസിലേക്ക് വരെ റിമോട്ട് കൺട്രോൾ വെച്ച് പ്രവർത്തിപ്പിക്കാൻ കഴിവുള്ള, അതിനുള്ള സാങ്കേതികത്വമുള്ള ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഉടമയാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് ഇതേക്കുറിച്ച് പറയുന്നതിൽ അയാൾ വെറുതെ അല്ല പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പം, ഇപ്പോൾ ഇത്തവണ ഇലക്ഷൻ കമ്മീഷൻ അസാധാരണമായൊരു വാർത്താ സമ്മേളനം വിളിച്ചു. അതായത് കൗണ്ടിങ്ങിൻ്റെ തലേ ദിവസം. ഒരിക്കലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങനെ ഒരു വാർത്താ സമ്മേളനം വിളിക്കാറില്ല. അത് വിളിക്കാനുള്ളൊരു കാരണം, ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തെക്കുറിച്ചുള്ള വലിയ സംശയങ്ങൾ കപിൽ സിബൽ അടക്കമുള്ള ആളുകൾ നിരന്തരം ഉന്നയിച്ചതിനെ തുടർന്നാണ് അങ്ങനെ വാർത്താ സമ്മേളനം വിളിക്കാൻ അവർ നിർബന്ധിതരായത്. പക്ഷേ ആ വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങളുടെ കുറച്ച് ചോദ്യങ്ങൾക്ക് മാത്രമേ അവസരം ഉണ്ടായിരുന്നുള്ളൂ. ഞാനതിൽ പങ്കെടുത്തതായിരുന്നു. ഈ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം അവർ നൽകിയില്ല. വളരെ സിമ്പിളായൊരു ചോദ്യം ഉണ്ടായിരുന്നു. അതായത് ഈ വോട്ടർ ടേൺ ഔട്ട്, ഈ പോളിംഗ് ശതമാനം അറിയിക്കുന്നതിൽ ഉണ്ടായ വൈകലുണ്ടായിരുന്നല്ലോ. അപ്പം ഇന്ന് പോളിംഗ് കഴിഞ്ഞു. സാധാരണ എന്താ സംഭവിക്കുക? ഇന്നൊരു പോളിംഗ് ശതമാനം പറയും,
നാളെ രാവിലെ വരുന്ന പത്രത്തിൽ ആ ശതമാനമായിരിക്കും കാണിക്കുക. പക്ഷേ അടുത്ത ദിവസത്തെ വരുന്ന പത്രങ്ങളിൽ ശരിയായ പോളിംഗ് ശതമാനം എത്തും. കാരണം അത് അവസാനത്തെ കുറച്ച് കൂട്ടിക്കൊടുകൾ ഒരു മാക്സിമം 1-2 ശതമാനം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറും എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് സാധാരണ സംഭവിക്കാറ്. ഇവിടെ എന്താ സംഭവിച്ചത്? 2 ആഴ്ച കഴിഞ്ഞിട്ടൊക്കെയാണ് പോളിംഗ് ശതമാനം, യഥാർത്ഥ പോളിംഗ് ശതമാനം എന്ന് പറഞ്ഞ് വരുന്നത്. അതുവരെയുള്ള പോളിംഗ് ശതമാനം വരെ വോട്ടർ ടേൺ ഔട്ട് ആപ്പിലൊക്കെ അവർ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ദിവസവും ഈ പോളിംഗ് ശതമാനം മാറുന്നത്? അതിനുള്ള ചോദ്യത്തിനുള്ള അദ്ദേഹത്തിൻ്റെ മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പല ഭാഗങ്ങളിൽ നിന്ന്, ഇന്ത്യ വലിയ രാജ്യമാണ്, മുക്കിലും മൂലയിലുമാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്, അവിടെ നിന്നൊക്കെ ഈ വോട്ടിംഗ് മെഷീൻ എത്തേണ്ടതുണ്ട്, എത്തിക്കഴിയുമ്പം രാത്രിയാവും, പാതിരാത്രിയാവും. 1-2 ദിവസം 3 ദിവസം നമുക്ക് എടുക്കാം. 4, 5, 6, 7 ദിവസം എന്തിനാണ് എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹത്തിന് കൃത്യമായ മറുപടി ഉണ്ടായിരുന്നു. അതുപോലെയുള്ള പല സംശയങ്ങളും, അത് മാത്രമല്ല ഈ കണക്കുകൾ തമ്മിലൊരു അന്തരം ഉണ്ടായിരുന്നു. അപ്പോൾ വലിയ പെർസെൻറ്റേജ് വ്യത്യാസം പലയിടത്തും കണ്ടായിരുന്നു. ഇലക്ഷൻ കമ്മീഷൻ ഇത്തവണ അഭിമാനപൂർവ്വം പറയുന്നുണ്ട്, ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയാണ് നടന്നത്, ഇത്രയും ആളുകൾ വോട്ട് ചെയ്യുന്നത് വേറെ എവിടെയും ഇല്ല. പക്ഷേ ടോട്ടൽ ശതമാനം എടുക്കുമ്പോൾ കുറഞ്ഞിരിക്കുകയാണ് ഇത്തവണ. അതെന്തുകൊണ്ടാണെന്ന് മറുപടി പറയുന്നില്ല. അപ്പോൾ എന്തു തന്നെയായാലും ഇത്തരം സംശയങ്ങൾക്ക് മറുപടി പറയേണ്ടവരായിരുന്നു അവർ. ഏറ്റവും ചുരുങ്ങിയത് അതിനുവേണ്ടി വിളിച്ചൊരു വാർത്താ സമ്മേളനത്തിലെങ്കിലും ഒരു മറുപടി പറയേണ്ടതായിരുന്നു. അവർ പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ആ സംശയം ഇപ്പോഴും ജനങ്ങളുടെ മേൽ നിൽക്കുകയാണ്. ആ സംശയം നിൽക്കുന്നത് കൊണ്ട് തന്നെ ആ സംശയം ദൂരീകരിക്കാനുള്ള ബാധ്യത ഇലക്ഷൻ കമ്മീഷനും സർക്കാരിനുമുണ്ട്. അതവർ നിറവേറ്റണം. അത് നിറവേറാതിരുത്തോളം കാലത്തോളം അത് ഈ തരത്തിൽ തന്നെ നിൽക്കും. ഇപ്പോൾ ഇത്തരം ആരോപണങ്ങൾ വരുമ്പം, ഇപ്പോൾ നിഷാദ് പറഞ്ഞ പോലെ സാധാരണ പറയാറുണ്ട്, 5 സംസ്ഥാനങ്ങൾ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 2 സംസ്ഥാനങ്ങളിൽ പ്രതിപക്ഷം ജയിക്കുന്നു, 3 സംസ്ഥാനങ്ങളിൽ BJP ജയിക്കുന്നു. ഇപ്പം പ്രശ്നം തീർന്നില്ലേ എന്ന് ചോദിക്കാറുണ്ട്. പക്ഷേ അതും ഒരു ട്രാപ്പിൻ്റെ ഭാഗമാണോ എന്ന് ആർക്കും സംശയിക്കാമല്ലോ. അപ്പോൾ എന്ത് തന്നെയായാലും ഈ സംശയങ്ങൾ തീർക്കാൻ വേണ്ടി ചെയ്യാവുന്ന ഒരു കാര്യം, ഒരു ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി വെക്കുന്നത് പോലെ ഈ എല്ലാവരെയും സഹകരിപ്പിച്ചുള്ള ഒരു കമ്മിറ്റി, ഒരു എക്സ്പേർട്ടുകൾ ഉൾപ്പെടെ, പൊളിറ്റീഷ്യൻസ് ഉൾപ്പെടെയുള്ള ഒരു കമ്മിറ്റി വെച്ച് എന്തുകൊണ്ട് ഇവർക്ക് പരിശോധിച്ചുകൂടാ? സംശയം തീർക്കാം, നമുക്ക് എല്ലാവരും കൂടി ചേർന്ന് സംശയം തീർക്കാം എന്ന് പറഞ്ഞ് തീർക്കാമല്ലോ. അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. കാരണം അതാണല്ലോ വേണ്ടത്. കാരണം രാജ്യത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രക്രിയയാണ്. ഇതിലും വലിയ പ്രക്രിയ രാജ്യത്ത് ഒന്നാകെ നടക്കുന്നില്ല. അത്രയും കോടി ജനങ്ങൾ നേരിട്ട് ഇടപെട്ട് സർക്കാരിനെ തിരഞ്ഞെടുക്കുന്നൊരു പരിപാടിയാണ്. അപ്പോൾ അത് സംശയത്തിന് അതീതമാക്കുക എന്നുള്ള ഒരൊറ്റ കാര്യത്തിന് വേണ്ടി അവർ ഇത്തരം എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തേ പറ്റൂ. അത് ഇലോൺ മസ്ക് പറഞ്ഞാലും അല്ലെങ്കിലും അത് ചെയ്തേ പറ്റൂ. തീർച്ചയായിട്ടും അത് തന്നെയാണ്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ലോകത്തെ ഏറ്റവും വലിയ രാജ്യത്ത്, ജനാധിപത്യ രാജ്യത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പ് ഏറ്റവും സുതാര്യമാകണം. അപ്പോൾ അതിനെതിരെ ഉയരുന്ന ചോദ്യങ്ങൾ ഒരുപാടുണ്ട്. അത് രാജ്യവും കടന്ന് ഇപ്പോൾ ലോകം ശ്രദ്ധിക്കുന്ന തരത്തിലേക്ക് അങ്ങനെ ഒരു ചോദ്യം ഉയരുമ്പോൾ അതിൽ നിന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോ ഒപ്പം കേന്ദ്രത്തിനോ ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ആ ചോദ്യങ്ങൾ അവിടെ നിൽക്കുന്നു, അതിന് ഉത്തരം കിട്ടേണ്ടതുണ്ട്.